ഇന്ന് നമുക്കൊരു ചിക്കൻ മസാല തയ്യാറാക്കാം. നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ മസാലയാണ്. കുരുമുളകും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വരട്ടിയെടുത്തൊരു ചിക്കൻ മസാല. ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ മസാലയാണ്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചിക്കൻ മസാല തയ്യാറാക്കുന്നത്. നാടൻ റെസിപ്പിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതൊക്കെ കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് തക്കാളിയും സവാളയൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതേ അളവ് വേണമെന്നില്ല, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. പിന്നെ ചിക്കനിലേക്ക് വെള്ളം തീരെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. ഒരു 10 മിനിറ്റ് നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇവിടെ നന്നായിട്ട് വറ്റിയിട്ട് ചിക്കൻ മസാല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പെരിഞ്ജീരകം പൊടിച്ചതും കറിവേപ്പിലയുമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിലെ മറ്റുള്ള ചിക്കൻ റെസിപ്പീസും കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്